തട്ടി വിളിച്ച് എണീറ്റില്ല, എന്ത് ചെയ്യും? പ്രതികരിക്കുന്നില്ല. എമർജൻസി കണ്ടിന്യൂ എമർജൻസി. ഇനി എന്ത് ചെയ്യണം? അയ്യോ ഒരു ആംബുലൻസ് വിളിച്ചു. ഓക്കെ, ആരെങ്കിലും എന്ത് ചെയ്യാം? നമ്മള് കരഞ്ഞിട്ടാണെങ്കിൽ അവിടെ ആരാണ് എത്തുന്നത് അയാളോട് എന്ത് ചെയ്യാം? ആംബുലൻസ് വിളിക്കും. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അതായത് ഇത് ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്രൗഡ്, നിങ്ങളൊരു അങ്ങാടിയിൽ അല്ലെങ്കിൽ ഒരു ടൗണില് അല്ലെങ്കിൽ ഒരു 10-20 ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്താണ് ഈ അപകടം സംഭവിക്കണമെങ്കിൽ അവിടെ ഒരാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയണം നിങ്ങൾ ആംബുലൻസ്. ഓക്കെ, റെഡ് ടീഷർട്ടിന്റെ നിങ്ങൾ പോയിട്ട് ആംബുലൻസ് വിളിച്ചു വാട്ടോ എന്ന് പറയണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആരെങ്കിലും വിളിച്ചോളില്ല. ഓക്കെ, ഒരാളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം ആംബുലൻസിന് വേണ്ടി പറയാം. ഓക്കെ, നിങ്ങൾ പോയി ആംബുലൻസ് വിളിക്കുക. ആംബുലൻസ് ഇപ്പോൾ വരും. ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പൾസും ശ്വാസവും ചെക്ക് ചെയ്യുക അല്ലേ? എത്ര സെക്കൻഡ് നോക്കണം? 5 മുതൽ 10 സെക്കൻഡ് വരെ. ഓക്കെ, പൾസും ശ്വാസം നോക്കി 5 മുതൽ 10 സെക്കൻഡ് വരെ നോക്കി. ഇല്ല, എന്ത് ചെയ്യണം? CPR കൊടുക്കുക. കണ്ടീഷൻ കാർഡിയാക് അറസ്റ്റ്. ഓൾറെഡി കണ്ടീഷൻ കാർഡിയാക് അറസ്റ്റ്. CPR കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ഹാർട്ട് സർഫസിലായിരിക്കണം, ഒരു ഉറച്ച പ്രതലത്തിലായിരിക്കണം. സോഫാ തട്ടിൽ എന്തെങ്കിലും പറ്റൂല. ഓക്കെ, സെന്റർ ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് ചെയ്യണം? അത്രക്കും സെൻട്രലായിരിക്കണം ഉണ്ടാവേണ്ടത്. പെന്ന് പെൻസിൽ വെച്ചിട്ട് വരയ്ക്കാൻ പോകണ്ട. ഇമാജിനറി ലൈന് നമ്മളെ മനസ്സിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ആദ്യത്തെ ഒരു കൈ കൊണ്ടുപോയി, ഏത് കൈ കൊണ്ടുപോയിക്കണം? ആദ്യം ഏത് ചെയ്യാം? ഡോമിനൽ ഹാൻഡ്. എന്താ ഡോമിനൽ ഹാൻഡ്? അതായത് നമ്മളെ ഇടത്തോടനാണെങ്കിൽ ഇടത്തോടം വെച്ചോളാം, വലത്തോടനാണെങ്കിൽ വലത്തോടം വെച്ചോളാം. ഏതാണോ നമുക്ക് പവറുള്ള കൈ അത് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, ആദ്യം ഒരു കൈ കൊണ്ട് വെച്ച് ഈ പാം ഓഫ് ഹീലിയർ, അതായത് നമ്മൾ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രഷർ കൊടുക്കുക, CPR കൊടുക്കുക. വിരല് നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ. ഓക്കെ, ആദ്യം കൈ വെച്ച് ഇന്റർലോക്ക് ടെക്നിക്. ഇതാണ് ഇന്റർലോക്ക്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? എൽബോ സ്ട്രെയിറ്റ് ആക്കി വെച്ച് 90 ഡിഗ്രി പേഷ്യന്റിന്റെ നോസിലേക്ക് കൊണ്ടുവരിക. ഇതാണ് 90 ഡിഗ്രി. അതായത് നമ്മുടെ ഷോൾഡർ പേഷ്യന്റിന്റെ നോസിന് ലെവൽ കൊണ്ടുവന്നാൽ എന്ത് ചെയ്ത് 90 ഡിഗ്രി ആയി. ഈ 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യാം? 30 കംപ്രഷൻ കൊടുക്കുക. ബോഡി വെയിറ്റ് ആയിരിക്കും കൊടുക്കുക. ബോഡി വെയിറ്റ് അല്ലെങ്കിൽ നമ്മുടെ മസിലിന്റെ വെയിറ്റ് ആയി പോയാൽ മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? CPR കൊടുക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യാം? ബോഡി വെയിറ്റ് കൊടുക്കുക. 1 2 കൗണ്ട് ചെയ്യാം. ഈ ഇതുപോലെ ഒന്നുകൂടെ 1 2 3 4 5 6 7 8 9 10 15 16 17 18 19 20 21 22 23 24 28 29 30 30 പ്രാവശ്യം കംപ്രഷൻ കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ശ്വാസം കൊടുക്കണം. എത്ര കൊടുക്കണ്ടോ? ഓക്കെ, എത്ര പ്രാവശ്യം കൊടുക്കണം? 2 പ്രാവശ്യം. ആർക്കാ കൊടുക്കേണ്ടത്? വീട്ടിലുള്ള ആൾക്ക് അല്ലേ? പുറത്ത് പോയിട്ട് ഊതണ്ട അറിയുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്താൽ മതി. അതിന് കാരണം എന്താ പറയുന്നത് അറിയോ? ഏതെങ്കിലും അസുഖമുള്ള ആളാണെങ്കിൽ നമുക്ക് അസുഖം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അത് മനസ്സിലാക്കാം. ഓക്കെ, ഹോസ്പിറ്റലിലാണ് ആംബുബേക്കർ എന്ന സംഭവമുണ്ട്, അത് വെച്ചിട്ടാണ് കൊടുക്കുക. ഓക്കെ, അതല്ല നമ്മൾ എന്ത് ചെയ്യണം? ഈ പിന്നെ പോക്കറ്റ് മാസ്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് മാത്രം ശ്വാസം കൊടുത്താൽ മതി. ശ്വാസം കൊടുക്കുമ്പോൾ മൗത്ത് ടു മൗത്താണ് നമ്മൾ കൊടുക്കുക, സീൽ ചെയ്തുകൊണ്ട്. ഒരിക്കലും ലീക്കായി പോയാൽ എന്ത് ചെയ്യില്ല? അയാൾക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇതിനിടയിൽ വേറെ പ്രശ്നമുണ്ട്. നാവ് എയർവേയിലേക്ക് ബ്ലോക്ക് ആക്കി നിൽക്കും. അതിനെ മാറ്റാൻ എന്ത് ചെയ്യണം? ഹെഡ് ടിൽറ്റും ചിന്നി ലിഫ്റ്റും ചെയ്യണം. പറയുമ്പോൾ വലിയ സംഭവം തോന്നും, പക്ഷേ എന്ത് ചെയ്യാം? താടി ഒന്ന് പൊക്കി കൊടുത്താൽ അത് വിചാരിച്ച് ഇങ്ങനെ പൊക്കാൻ നിൽക്കരുത്. ഓക്കെ, താടി എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് ഈ കിടക്കുന്ന ആളെ എല്ലാ ബഹുമാനവും എല്ലാ അംഗീകാരവും കൊടുത്തുകൊണ്ട് പതുക്കെ എന്ത് ചെയ്യാം? താടി പൊക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഹെഡിൽ വെച്ച കൈ എടുത്തിട്ട്, തലയിൽ വെച്ച കൈ എടുത്തിട്ട് മൂക്ക് എന്ത് ചെയ്യാം? പൊത്തുക. ഇങ്ങനെ പൊത്തിയാൽ പോരാ, പിടിക്കണം, മൂക്കിനെ പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? 2 പ്രാവശ്യം ഊതി കൊടുക്കുക. 2 പ്രാവശ്യം ഊതുമ്പോൾ നമ്മളെ കണ്ണ് ഇവിടേക്കായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, ഊതി കഴിഞ്ഞ് ഒന്ന് നോക്കിയാൽ കാണൂല. ഊതുമ്പോൾ നോക്കിയാൽ എന്ത് ചെയ്യും? ഈ ചെസ്റ്റ് പൊങ്ങിയിട്ട് താവും. ഓക്കെ, ഇത് പിടിച്ചാൽ റെഡി ആണെങ്കിൽ മാത്രമേ ഇവിടെ പൊങ്ങുള്ളൂ. ഓക്കെ, റെഡി? മനസ്സിലായോ? ഇങ്ങനെ എത്ര പ്രാവശ്യം കൊടുക്കണം? 30 പ്രാവശ്യം കൊടുക്കുന്നേ. 2 മിനിറ്റ് കൊണ്ട് 5 സെറ്റ് കൊടുക്കുന്നേ. അങ്ങനെ എത്ര പ്രാവശ്യം കൊടുക്കണം? 30 പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നേ. 5 സെറ്റ് 2 മിനിറ്റ് കൊണ്ട് കൊടുക്കുന്നേ. അങ്ങനെ എത്ര പ്രാവശ്യം കൊടുക്കണം? 30 പ്രാവശ്യം കംപ്രഷൻ, 2 വെന്റിലേഷൻ, 2 മിനിറ്റ് കൊണ്ട് 5 സെറ്റ് കൊടുത്തു. 32 32. അങ്ങനെ എത്ര നേരം കൊടുക്കണം? ഒന്നില്ലെങ്കിൽ ബോധം വരുന്നവരെ, അല്ലെങ്കിൽ
ഹോസ്പിറ്റലിൽ എത്തുന്നവരെ. ഇതെന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ നിൽക്കുക. ഓക്കെ, റെഡി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിൽ? ഒരാൾ വരും, ചെയ്ത് നോക്കാം. വാ.